യൂറോപ്പിലെ കാലാവസ്ഥ തണുപ്പിൽ നിന്നും ചൂടിലേക്ക് മാറുകയാണ്. അടിപൊളി കാലാവസ്ഥയൊക്കെ ആയി. ഇനി നമ്മുടെ ആഹാര രീതിയിൽ ഒരു ക്രമീകരണങ്ങളൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് എല്ലാ സാധനങ്ങളും അറേഞ്ച് ആയതുകൊണ്ട് ഇന്ന് അടിപൊളി ഒരു പഴങ്കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പഴങ്കഞ്ഞി എത്രയാണ് നമ്മൾ ആലു, ഉരുളക്കിഴങ്ങും സ്പഗേറ്റിയും മീറ്റ് ബോളും ഇതൊക്കെ ബർഗറും പിസ്സയും ഒക്കെ കഴിച്ച് മടുക്കുന്നേ, നമ്മുടെ നാടൻ ഫുഡിലേക്ക് ഇനിയും തിരിയാനുള്ള സമയമാണ്. അടിപൊളി പഴങ്കഞ്ഞിച്ചോറ് കുറച്ചുകൊണ്ട് അതിലേക്ക് നമുക്ക് നല്ല ഒന്നാന്തരം പച്ചക്കപ്പ് വേവിച്ചതുണ്ട്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പച്ചക്കപ്പ, അതിലേക്ക് ഒരു ഇച്ചിരി കട്ട തൈരുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ഉറയൊഴിച്ചതാണ് കേട്ടോ, നമ്മൾ മേടിക്കുന്നൊന്നുമല്ല, നമ്മൾ ഉറയൊഴിച്ചത് കട്ട തൈരാണ് കണ്ടോ. അത് കട്ട തൈരായിട്ട് നമുക്ക് കിട്ടും. അപ്പം അത് ഒരു 2 സ്പൂൺ അങ്ങോട്ട് ഒഴിക്കാം. ആവശ്യമെങ്കിൽ മാങ്ങാക്കറി വെച്ചിട്ടുണ്ട്, മാങ്ങാക്കറി തേങ്ങ അരച്ചതാണ്, അത് വേണമെങ്കിൽ ഒരു ശകലം ഒഴിക്കാം ആവശ്യക്കാർക്ക്. അതിലേക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളക്, എരി കുറവാണെങ്കിൽ ഒരു പച്ചമുളക് ഇടാം. ഇഞ്ചിയും പച്ചമുളകും കൂടി കാന്താരിയോട് അരച്ചതാണ്, അതൊരു ശകലം ഇടാം. അപ്പം ഇത്രയും സാധനങ്ങൾ നമുക്ക് മെയിനായിട്ട് ഇടാം. ഇനിയും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നല്ല മത്തി, ലിഡിൽ ഇപ്പോൾ 4 രൂപയ്ക്ക് 1 കിലോ മത്തി കിട്ടും. ആ മത്തിക്കറി നമുക്ക് കുടംപുളിയൊക്കെ ഇട്ട് കറി വെച്ചതാണ്. അതിൻ്റെ ചാറ് അതിൻ്റെ മണ്ടയ്ക്കോട്ട് കുറച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം, കുടംപുളി എല്ലാം കൂടെ ചേർത്ത്. ഇനിയുള്ളത് നമുക്ക് മാങ്ങ, ഉണക്കമാങ്ങയാണ്. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് എത്തിച്ചതാണ്. കടുമാങ്ങ ഉണ്ട്, സമ്മന്തി പൊടിയുണ്ട്, ഉണക്കമീൻ ഫ്രൈ ഉണ്ട്. ഇതിലേക്കൊരു ശകലം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിനകത്ത് അല്പം വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിനെ നമുക്ക് നല്ലപോലെ കൈയിട്ട് തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്യണം. നല്ലപോലെ ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കണം. ഈ കാന്താരി മുളകൊക്കെ അങ്ങോട്ട് ഉടച്ച് കൊടുക്കണം. പച്ചമുളക് ഉടച്ച് ഇതിനെ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യണം. വെള്ളത്തിന് കുറവുണ്ട്, വെള്ളം ഒരല്പം കൂടി ഒഴിച്ചു കൊടുക്കാം. എനിക്ക് വെള്ളം കൂടുതൽ വേണം, അതുകൊണ്ട് നമ്മൾ നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാ വിഭവങ്ങളും ഇതിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ അമ്മോ, നാട്ടിൽ പോയൊരവസ്ഥയാണ്. യൂറോപ്പിലായാലും എവിടെയായാലും നമ്മൾ വന്ന വഴി മറക്കാതിരിക്കുക. അടിപൊളിയായിട്ട് എൻ്റെ പച്ചമുളകൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്, അതിനെയൊക്കെ അങ്ങോട്ട് കഴിച്ച് ഇതിൻ്റെ ടേസ്റ്റ് ഒരിടത്തും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മുടെ ആഹാര രീതി അതങ്ങോട്ട് പിന്തുടരുക, ജീവിതം ആസ്വദിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.